ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാമ്പയ്ക്ക മരത്തിൻ്റെ സ്റ്റോറിയാണ്. സംഭവം വലിയ കഥയൊന്നും അല്ലെങ്കിലും എനിക്ക് വളരെയധികം വിഷമമുള്ളൊരു കഥയാണ്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഫാമിലിയും തമ്മിൽ സംസാരിക്കാറില്ല. സംസാരിക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനൊരു 4ലോ 5ലോ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ആൻറ്റി ഉണ്ട്. ഭയങ്കര ടോക്സിക്കാണ് പുള്ളിക്കാരി. എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ വീട്ടിൽ നിന്ന്. ഞാനാണെങ്കിൽ കൂടെ ചെല്ലുകയും ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അവൻ്റെ ഒരു 10 ചാമ്പയ്ക്കുള്ളൂ, അപ്പോൾ എല്ലാ ചാമ്പയ്ക്കയും പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു, അല്ല മോള് വെച്ചോ, ഇതെല്ലാം പറിച്ചോളാം. എന്നെ ഞാൻ കൺവീൻസ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി മുഴുവൻ ചാമ്പയ്ക്കയും പറിപ്പിച്ചു. ഞാനാണെങ്കിൽ ശരി, അത് കുറച്ച് ഹൈറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ ആ മരത്തിലോടും ചെറുതെ കയറി അങ്ങനെ എല്ലാ ചാമ്പയ്ക്കയും പറിച്ച് ഞാൻ ഒരു കവറിലൊക്കെ ആക്കി പുള്ളിക്കാരിക്ക് കൊടുത്തു. ഞാൻ വിചാരിച്ചു അതിലൊരു 10 15 എനിക്ക് ബാക്കി പുള്ളിക്കാരിക്ക്. അങ്ങനെ അസംഷൻ എനിക്കുള്ളൂ. കാരണം ഞാൻ ഒരു 10-200 എണ്ണം പറിച്ച് കാണും. എനിക്കാണെങ്കിൽ നാവിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറിച്ച പുള്ളിക്കാരി പറയുക, നിനക്കൊന്നുമല്ല, നിൻ്റെ വല്യച്ഛനാണ്, അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കണം, ഒന്നും മോഷ്ടിക്കരുത്, ഒന്നുപോലെ എടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര സംസാരിച്ചു. അതെനിക്ക് ഭയങ്കര എന്നെ ഒരു കുറ്റവാളിയെപ്പോൾ സംസാരിച്ചു. ഒന്നുപോലെ എടുത്തേക്കരുത്, അവിടെ എല്ലാം എത്തിച്ചേക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ ഭയങ്കര അധികം വിഷമിപ്പിച്ച് വിട്ടാക്കി. അന്നാണെങ്കിൽ ഞാൻ ഭയങ്കര കുഞ്ഞാണ്, 5ലോ എന്തോ പഠിക്കുക. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇരുന്ന് കരഞ്ഞു, ഇങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്തു കേട്ടോ, കൊടുക്കാതിരുന്നില്ല, അവിടെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞല്ലേ പോകണ്ടെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കരഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വിഷമമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവനൊരു കാര്യം ചെയ്യാം, ചാമ്പയ്ക്ക് രാത്രി മോഷ്ടിച്ചേക്കാന്ന്. പക്ഷെ അതൊന്നും ചെയ്തില്ല. പകരം ഞാൻ ഒരു മരം ഒന്ന് വാങ്ങിച്ചു.